മലയാളികളെ മാക്സിമം ഫിറ്റ്നസിലേക്ക് കൊണ്ടുവരിക. അതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. ഓക്കെ, അതായത് ഫിറ്റ്നസിനെ കുറിച്ച് യാതൊന്നും അറിയാത്ത ആളുകളെ ഫിറ്റ്നസിന്റെ ബേസിക് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അവരെ ഫിറ്റ്നസിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുക. അതിനകത്ത് ഞാൻ കാണും, എന്റെ ടീം മെമ്പേഴ്സ് കാണും. അവര് നിങ്ങളെ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യും. നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇതിന് സംശയം തീർക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് കാണും, അവര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ തികച്ചും ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോ കോസ്റ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ജൂൺ 3-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മൈക്ക് ആരെങ്കിലും ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൈക്ക് അങ്ങ് ഓഫ് ചെയ്യുക. ഓക്കെ, ജൂൺ 3-ലാണ് നമ്മൾ ഇത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് വെച്ചിരിക്കുന്നത്. അതായത് തിങ്കളാഴ്ച. ഓക്കെ, 30 ഡേയ്സ് ആണ് ഇതിന്റെ ഡ്യൂറേഷൻ. അതായത് ജൂലൈ 3 ആകുമ്പോഴത്തേക്കിന് ഈ ഒരു 30 ഡേയ്സ് ഫിറ്റ്നസ് ചലഞ്ച് അങ്ങ് നിൽക്കും, തീരും. എന്തുകൊണ്ടാണ് ഞാനിവിടെ 30 ഡേയ്സ് സിമ്പിൾ എന്ന് എഴുതിയേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു അഡ്വാൻസ്ഡ് ലെവലിലുള്ളൊരു അത്ലറ്റ്സിലുള്ള ഒരു ചലഞ്ച് അല്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഇതുവരെ ഫിറ്റ്നസിന്റെ ജസ്റ്റ് ഒരു ആക്ടിവിറ്റി പോലും ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി ഒരു ഫസ്റ്റ് ലെവലിന് വേണ്ടിയിട്ടുള്ളൊരു 30 ഡേയ്സ് ഫിറ്റ്നസ് ചലഞ്ചാണ്. ഓക്കെ, ഇതാദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കയറ്റുക. അല്ലാതെ നമ്മൾ വെയിറ്റ് ലോസ്, ഫാറ്റ് ലോസ് ഒന്നും അല്ല ഇതിനകത്ത് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. നിങ്ങൾക്ക് ഒരു ബേസിക് ഫൗണ്ടേഷൻ ഒന്ന് തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ഇതിലേക്ക് പോവാം. ഇത് നമ്മളെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഇതാണ്, ഇൻട്രോഡക്ഷൻ ആണ്. കാരണം ഞാൻ എന്താണെന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലായാലല്ലേ നിങ്ങൾക്ക് ഈ ചലഞ്ച് കൊണ്ടുള്ള പ്രയോജനം നിങ്ങൾക്ക് എന്തുമാത്രം കിട്ടുമെന്ന് മനസ്സിലാക്കും. സോ ഞാനിപ്പോ ഒരു 15 ഇയേഴ്സ് ആയിട്ട് ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലുണ്ട്. ഒരു 10+ ഇയേഴ്സ് ആയിട്ട് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 7 ഇയേഴ്സ് ആയിട്ട് നമ്മളൊരു ജിമ്മ് റൺ ചെയ്യുന്നുണ്ട്. 1000+ ഓഫ്ലൈൻ ക്ലയൻസിനെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. 100+ ഓൺലൈൻ ക്ലയൻസിനെയും നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ നല്ല രീതിയിൽ റിസൾട്ടും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടൈറ്റൻ ഫിറ്റ്നസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മലയാളികളെ ഫിറ്റ് ആക്കുക എന്നതിലുപരി കുറച്ചുനാൾ കഴിയുമ്പോൾ നമ്മളതൊരു എന്തായിരുന്നു, ഇന്ത്യ മുഴുവൻ ഫിറ്റ് ആക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തിൽ തന്നെ പ്രധാനമായിട്ടും നമ്മൾ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയെ കാണുന്നത് സ്റ്റിറോയിഡ് ഫ്രീ ആയിട്ട് നമ്മൾ എന്തായിരുന്നു എക്സസൈസ് ആൾക്കാരിൽ പ്രോത്സാഹിപ്പിക്കുക. അതായത് യാതൊരു മരുന്നും മെഡിസിനും ഇല്ലാതെ തന്നെ ഇപ്പൊ ബോഡി ഉണ്ടാക്കാനും ഫിറ്റ്നസ് നിലനിർത്താൻ പറ്റും എന്നും കൂടെ പഠിപ്പിക്കാനാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഓക്കെ, ഞാൻ എന്തായാലും പെട്ടെന്ന് പറഞ്ഞു പോവാണ്. പിന്നെ ഈ ഒരു എന്താ നമ്മൾ 30 ഡേയ്സ് ഫിറ്റ്നസ് ചലഞ്ചിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാല്, നമുക്കൊരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ കിട്ടുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ തോന്നും, അല്ലെ? അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. സോ ഈ ഒരു 30 ഡേയ്സിൽ നിങ്ങൾ ഒരു അംഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മീഡിയത്തിൽ കൂടെ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ബേസിക് ഗൈഡൻസ് എല്ലാം ഞങ്ങൾ തരും. ഓക്കെ, സോ അനീഷ് പെരിഞ്ചേരി ആ മൈക്ക് ഒന്ന് ഓഫ് ആക്കി വെക്കും കേട്ടോ. ഓക്കെ, സോ പിന്നെ നമ്മളൊരു ഫിറ്റ്നസ് ചലഞ്ചിൽ വരുമ്പോഴുള്ള വേറൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാല് നമുക്കുണ്ടാകുന്ന പ്രോഗ്രസ് നമുക്ക് വേറൊരാളെ വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമുക്കൊരു 1 വീക്ക് കൊണ്ട് ഇല്ലെങ്കിൽ ഒരു 1 മന്ത് കൊണ്ട് നമുക്ക് വെയിറ്റ് ഒന്നും കുറഞ്ഞില്ലെന്നിരിക്കട്ടെ. അപ്പം വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ പറയാം, ഇന്നപോലെ നമുക്ക് വെയിറ്റ് ഒന്നും കുറയുന്നില്ല, പക്ഷെ എന്താ നമ്മുടെ സ്ട്രെങ്ത് കൂടിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയിട്ടുണ്ട്. ഇപ്പം അതിന്റെ റീസൺ എന്താന്നൊക്കെ നമ്മളൊരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിനെല്ലാം ഞാനും കാണും, നമ്മുടെ ടീം മെമ്പേഴ്സ് ഇപ്പൊ ഇതിനകത്ത് 3-4 പേർ ഉണ്ടെന്ന് തോന്നുന്നു, അവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ഫിറ്റ്നസ് ചലഞ്ച് സിമ്പിൾ ആണെങ്കിൽ ശരി, ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ഡോക്ടറെ വിസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പങ്കെടുക്കാവൂ. ഡോക്ടറെ അഡ്വൈസ് പ്രകാരം മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. ഓക്കെ,
അതോടെ മനസ്സിലിരിക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് 30 ഡേയ്സ് ചലഞ്ച് ചെയ്യാൻ വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മിനിമം നമ്മളൊരു 30 ദിവസമെങ്കിലും നമ്മളൊരു എന്തായിരുന്നു നമ്മളൊരു പ്രോഗ്രാം ഇല്ലെങ്കിൽ നമ്മളൊരു ആക്ടിവിറ്റിയിലൂടെ പോകണം. ഓക്കെ, മിനിമം ഞാൻ പറഞ്ഞത് 30 ഡേയ്സ്. അതുകൊണ്ടാണ് നമ്മൾ മിനിമം 30 ഡേയ്സ് ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, വൈ വൈ ലെവൽ 1? എന്തുകൊണ്ടാണ് ലെവൽ 1 എന്ന് ചോദിച്ചാൽ, നമുക്കിപ്പം ഈ ഒരു 30 ഡേയ്സ് കഴിഞ്ഞാൽ നമ്മൾ ലെവൽ 2ലേക്കാവും. ഓക്കെ, ആ ഒരു ലെവൽ 2 കഴിഞ്ഞാൽ നമ്മൾ ലെവൽ 3ലേക്കാവും. സോ ലെവൽ 1 ഞാൻ എന്തിനാണ് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യാതൊരുവിധ ഫൗണ്ടേഷനും ഇല്ലാത്ത ആളുകളെ ജസ്റ്റ് ഒന്ന് എക്സസൈസിലേക്ക് കൊണ്ടുവരിക. അതിനു വേണ്ടിയിട്ടാണ് ലെവൽ 1. അതിനുശേഷം ഈ ഒരു 30 ഡേയ്സ് അവർ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലെവൽ 2ലേക്ക് ആക്കാം. അതിൽ കുറച്ചുകൂടെ വർക്കൗട്ടിന് കുറച്ചുകൂടെ എന്തായാലും ഇന്റൻസിറ്റി കാണും. ഡയറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, സോ ലെവൽ 2വിന്റെ കാര്യം ഞാനിപ്പം പറഞ്ഞു. ലെവൽ 1 കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ലെവൽ 2ലേക്ക് കറക്റ്റ് ആയിട്ട് പോകാം. സോ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്. ഇനിയിപ്പോ നമ്മുടെ ചലഞ്ചിന്റെ എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരാം. നിങ്ങളുടെ ഡയറ്റ് മുഴുവനായിട്ടൊന്നും മാറ്റമൊന്നും വേണ്ട. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലേ, അതായത് നമ്മുടെ ബേക്കറി ഐറ്റംസ്, അതുപോലെ എന്തായിരുന്നു കൊക്കക്കോള, പെപ്സി, അങ്ങനെയുള്ള സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് നമ്മളെ പെട്ടെന്ന് ഫാറ്റ് ഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നല്ല, അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അത് പ്രധാനപ്പെട്ട കാര്യം. ബേക്കറി ഐറ്റംസ് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ്. സെക്കൻഡ്, നിങ്ങൾക്ക് മിനിമം 15 to 45 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസ് ചെയ്തിരിക്കണം. 50 ഞാൻ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്കും ഫസ്റ്റ് 30 മിനിറ്റ്സ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ 50 മിനിറ്റ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നടപ്പായാലും മതി, ഏത് എക്സസൈസ് ആയാലും ചെയ്യാം. ഞാൻ ഈ പറയുന്നത് ജിമ്മിൽ പോവുക ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഭയങ്കര വർക്കൗട്ട് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. 30 മിനിറ്റ്സ് നടക്കാൻ പറ്റുവാണെങ്കിൽ അതായാലും മതി. പക്ഷെ 30 ഡേയ്സ് ചെയ്യുക. അവിടാണ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ സ്ട്രെയിൻ എടുക്കേണ്ടത് അവിടാണ്. അതാണ് ബുദ്ധിമുട്ട്. അല്ലാതെ 2 ദിവസം 3 ദിവസം നടന്നത് കൊണ്ട് കാര്യമില്ല. 30 മിനിറ്റ്സ് 30 ഡേയ്സ് നിങ്ങൾ നടക്കണം. അതാണ് നിങ്ങളുടെ ചലഞ്ച് ഇരിക്കുന്നത്. ഓക്കെ, അത് പറഞ്ഞു 30 മിനിറ്റ്സ്. സോ ഇത് നിങ്ങൾക്ക് ജിമ്മിൽ പോയി വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വെയിറ്റ് ട്രെയിനിങ് ആയാലും 30 to 40 മിനിറ്റ്സ് നിങ്ങൾ ചെയ്താൽ മതി. അഥവാ നിങ്ങൾക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ വീട്ടിലായാലും 30 to 45 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്താൽ മതി. ഇതൊന്നും പറ്റാത്തവർക്കാണ് നടപ്പ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ കൂടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ 30 മിനിറ്റ്സ് നടക്കുകയും ചെയ്യാം. എന്തായാലും മിനിമം ഒരു 30 മിനിറ്റ്സ് ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസ് നിങ്ങൾ ചെയ്യുക. എത്ര തിരക്കായാലും അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ വെള്ളത്തിന്റെ കാര്യം. മിനിമം 2 to 4 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. മിനിമം ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. 2 ലിറ്റർ എങ്കിലും മിനിമം വേണം. മാക്സിമം നമ്മളുടെ ക്ലൈമറ്റും നമ്മളുടെ ജനറ്റിക് അനുസരിച്ച് മാറും. എന്നാലും മിനിമം 2 ലിറ്റർ എങ്കിലും വെള്ളം നിങ്ങൾ കുടിക്കുക. ഞാൻ ഈ പറയുന്നത് പച്ചവെള്ളത്തിന്റെ കാര്യം. ഓക്കെ, വാട്ടറിന്റെ കാര്യം, അല്ലാതെ പെപ്സി, നമ്മുടെ ജ്യൂസ് അങ്ങനെയുള്ളതിന്റെ കാര്യമല്ല. വെള്ളം, വാട്ടർ. ബിക്കോസ് നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരുന്നാലേ നമ്മളുടെ ഓർഗൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. എന്താ, നമുക്ക് അതുപോലെയുള്ള എന്തായാലും യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കത്തുള്ളൂ. നമ്മുടെ മസിൽസ് റിക്കവർ ആകണമെങ്കിലും വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ വെള്ളം നിങ്ങൾ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പെപ്സി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഷുഗർ ഉപയോഗിക്കാം. ഞാൻ വരുന്നുണ്ട്. ഞാനിപ്പോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞങ്ങ് വിടുക. ഓക്കെ, സുജിത്ത്, മൈക്ക് ഓഫ് ചെയ്യണം. സുജിത്ത് എന്ന് പറയുന്ന ആൾ. സോ മെയിൻറ്റെയിൻ എ ഗുഡ് ഹെൽത്ത്. അടുത്തത് നമ്മുടെ 30 ദിവസത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ 30 മിനിറ്റ്സ് എങ്കിലും മിനിമം എക്സസൈസ് ചെയ്യാൻ നോക്കുക ഡെയിലി. രണ്ടാമത്തെ, ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക.
അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ. മൂന്നാമത്തേത്, നിങ്ങളെ ഞാൻ പൂർണ്ണമായിട്ടും കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് വീക്ക്ലി വൺസ് ഇഷ്ടമുള്ള ഫുഡുകൾ കഴിക്കാം. ബിക്കോസ് ഇത് ലെവൽ 1 ആയതുകൊണ്ട് വീക്ക്ലി വൺസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് പുറത്തുനിന്ന് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പുറത്തുനിന്ന് കഴിച്ചാൽ നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. വീക്ക്ലി വൺസ് നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ട ബിരിയാണി ഇല്ലെങ്കിൽ ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക്, നോ പ്രോബ്ലം. പിന്നുള്ളത്, നിങ്ങൾക്ക് ഷുഗർ ചെയ്യാൻ പൂർണ്ണമായിട്ട് ഇപ്പൊ ലെവൽ 1 ഉള്ളവരോട് കട്ട് ചെയ്യാം എന്നില്ല. കാരണം നമുക്ക് ഡയബറ്റിക് ഉള്ളവർ കാണും, അങ്ങനെ അസുഖങ്ങൾ ഉള്ളവരുള്ളതുകൊണ്ട് പെട്ടെന്ന് ഷുഗർ കട്ട് ചെയ്യേണ്ട. ബട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ഷുഗറിലേക്ക് നിങ്ങൾ ഒരു 30 ദിവസത്തിനുള്ളിൽ ആകാൻ നോക്കുക. 1 ടേബിൾ സ്പൂൺ ഷുഗർ. സോ അത് ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെ കുറയ്ക്കാന്നുള്ളതിന് ഞാൻ ഒരു റീല് നേരത്തെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷുഗർ എങ്ങനെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാം, അത് വേണം നിങ്ങൾ കണ്ടു നോക്കുക. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ 1 ടേബിൾ സ്പൂൺ ഷുഗർ നിങ്ങൾക്ക് ചായ കുടിക്കുന്നവരാണ്, കോഫി കുടിക്കുന്നവരാണെങ്കിൽ ഒരു നേരം മാത്രം ഷുഗർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പിന്നെ എന്തൊക്കെയായിരുന്നു ഇപ്പം പറഞ്ഞത്? നമ്മുടെ ഷുഗറിന്റെ 1 ടേബിൾ സ്പൂൺ, അതുപോലെ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കാൻ പറഞ്ഞു. നമ്മൾ ഈ പപ്സ്, ജിലേബി അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞു. വെള്ളം കുടിക്കാൻ പറഞ്ഞു 2 ലിറ്റർ. പിന്നെന്തായിരുന്നു പറഞ്ഞത്? പിന്നെ ഒരു 30 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മിനിമം. ഇല്ലെങ്കിൽ വോക്ക് ചെയ്യുക. പിന്നുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. ഇത് നമ്മൾ മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കാനുള്ള ഒരു ഉദ്യമത്തിലാണ്. ഓക്കെ. സോ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ ഫേസ്ബുക്ക് അക്കൗണ്ടോ ഫോളോ ചെയ്യുക. ഓക്കെ. ബിക്കോസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമാണ് നമ്മൾ കൂടുതൽ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ന്യൂസ് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ ചലഞ്ചിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് നിങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. ചലഞ്ച് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ. ഫസ്റ്റ് ഡേയില്. അതിനുശേഷം നിങ്ങൾ ഡെയിലി 30 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 20 മിനിറ്റും 45 മിനിറ്റ്സും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോ സ്റ്റോറി ആക്കുക. എന്നിട്ട് ടൈറ്റൻ ഫിറ്റ്നസ് തിരുവല്ലയെ ടാഗ് ചെയ്യുക. അണ്ടർസ്റ്റാൻഡ്? ഇതെന്തിനാണെന്ന് ചോദിച്ചാല് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടും. പിന്നെ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ഹസ്ബൻഡോ വൈഫോ ആരും ആയിക്കോട്ടെ, അവരും വിൽ ഗെറ്റ് മോട്ടിവേറ്റഡ്. ഓക്കെ. അതിനു വേണ്ടിയിട്ടാണ്. സോ നിങ്ങളിത് ചെയ്തിരിക്കണം. അല്ലാതെ ഇതിനകത്ത് നാണക്കേടും മടിയൊന്നും ആരും കാണിച്ചിരിക്കരുത്. ബിക്കോസ് ചിലപ്പോ ഒരു 1 മന്തിൽ ഭയങ്കര ചേഞ്ചസ് ഒന്നും വരത്തില്ലായിരിക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഓക്കെ. ഫിറ്റ്നസ് എന്ന് പറയുന്നത് എല്ലാ മാസവും റിസൾട്ട് കിട്ടണമെന്നില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ ഈ ഒരു 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യുക. ഒന്ന്, ഫസ്റ്റ് ഡേയിലെ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ചാലഞ്ച് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ വിത്ത് മീനോ ഇല്ലെങ്കിൽ വിത്ത് ടൈറ്റൻ ഫിറ്റ്നസ് ഇല്ലെങ്കിൽ ലിജുത്തി പറയസ് എങ്ങനെ വേണോടാ. പിന്നെ സെക്കൻഡ് ഡേ മുതൽ നിങ്ങളിപ്പോ ഇപ്പൊ നടന്നിട്ട് വന്നിട്ട് ആ ഒരു ഫോട്ടോ നിങ്ങൾ സ്റ്റോറി ആയിട്ട് ഇടുക. എന്നിട്ട് എന്നെ ഒന്ന് ടാഗ് ചെയ്യുക. അപ്പൊ ഞാനത് ഷെയർ ചെയ്തോളാം. ഓക്കെ. അങ്ങനെ മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും അങ്ങനെ ഫിറ്റ്നസിലേക്ക് വരട്ടെ. ഓക്കെ. അത് പറഞ്ഞു. ഓക്കെ. പിന്നെ വിന്നേഴ്സിന് ഇങ്ങനെയാണ് ഞാൻ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം എന്റെ പ്രസന്റ് കണ്ടീഷൻ ഇങ്ങനല്ല, ശകലം വയർക്ക് ചാടി. സോ ഞാൻ എന്റെ ഫോട്ടോ ഡേ 1 എന്ന് പറഞ്ഞിടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഫോട്ടോസ് ഇടുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഡ്രസ്സോടാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇപ്പം നമ്മുടെ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെങ്കിലും ഒരു ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്തിടുന്നത് നന്നായിട്ടിരിക്കും. പിന്നെ വിന്നേഴ്സിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. അത് ഞാൻ എന്താണെന്ന് ഇപ്പം പറയുന്നില്ല. അത് നമ്മൾ എങ്ങനെയാണ് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ബേസ്ഡ് ഓൺ ഡേ 1 ഫോട്ടോ ടു ഡേ 30 ഫോട്ടോ.
അത് ഒത്തിരി വെയിറ്റ് കുറയുന്നതിന്റെ ഇതൊന്നുമല്ല. ഞാനൊന്ന് കമ്പാരിസൺ നടത്തിയിട്ട് ആർക്കാണോ അത്യാവശ്യം മാറ്റം ഉള്ളത് അവർക്കായിരിക്കും വിന്നേഴ്സിനുള്ള ഇത് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ ബെനിഫിറ്റ്സ്, നമ്മുടെ ഈ ചലഞ്ചിൽ ജോയിൻ ചെയ്യുന്നവർക്കുള്ള ബെനിഫിറ്റ്സ് ആണ്. 30 ഡേയ്സില് നമുക്ക് ക്യൂ ആൻഡ് സെക്ഷൻസ് കാണും. ഇതിന് വീക്കിലി ബേസിസിൽ നമുക്കൊരു ക്യൂ ആൻഡ് സെക്ഷൻസ് കാണും. പിന്നെ ഒരു ഫ്രീ സാമ്പിൾ ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഗ്രൂപ്പിലായിരിക്കും നമ്മൾ ഇടുന്നത്, വാട്സപ്പ് ഗ്രൂപ്പിലോ ഇല്ലെങ്കിൽ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിലോ. പിന്നെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടും. നമ്മുടെ ടീം എപ്പോഴും സപ്പോർട്ടായിട്ട് കാണും. ഓക്കെ. ആ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. സോ സൺഡേ, അതെ, സൺഡേ ആയിരിക്കും നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ടൈപ്പ് ചെയ്തിടാൻ ശ്രമിക്കുക. അപ്പൊ അത് ഞങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചോളാം. വോയിസ് ഇട്ടാൽ എല്ലാവർക്കും കേൾക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ അത്യാവശ്യം ആളുകളുള്ള ഗ്രൂപ്പ് ആയതുകൊണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ നോക്കുക. ഓക്കെ. പിന്നെ ഇതൊരു നോൺ പ്രോഫിറ്റബിൾ മിഷനാണ്. പിന്നെ നമ്മുടെ മലയാളികളെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനുള്ള നമ്മുടെ ഒരു ശ്രമമാണ്. സോ നമ്മുടെ കൂടെ ബി പാർട്ട് ഓഫ് അവർ മിഷൻ. ഇത്രയേ ഉള്ളൂ പറയാൻ. താങ്ക് യു ഫോർ യുവർ ടൈം. സോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും മൈക്ക് ഇതാക്കിയിട്ട് ചോദിക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. ചോദിച്ചോളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഇതാക്കിയിട്ട് ചോദിക്കും. മാഷെ ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മുടെ ഡയറ്റ് എപ്പോഴാണ് നമുക്ക് അയച്ചു തരുന്നത്? ഡയറ്റ് നമുക്ക് നാളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലേ? അപ്പൊ നമ്മൾ ഗ്രൂപ്പിലോട്ട് ഇടുന്നത്. അപ്പൊ നമ്മൾ ഗ്രൂപ്പിൽ സാമ്പിൾ ഡയറ്റ് ആണ് ഇടുന്നത് കേട്ടോ. അതായത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് ആണ് ഞാൻ ഇടുന്നത്. അപ്പൊ നമ്മുടെ ഗോളിന് അനുസരിച്ച് അത് മോഡിഫൈ ചെയ്യാം ആഫ്റ്റർ 30 ഡേയ്സ് കേട്ടോ. ഹെൽത്തി ഡയറ്റ് തന്നെ ഉള്ളൂ, അല്ലാതെ നമ്മൾ പേഴ്സണലൈസ്ഡ് ഡയറ്റ് അല്ല അതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു ബേസിക് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡയറ്റ് ഇടുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ബിഗിനറെ സംബന്ധിച്ച് അത് മതിയല്ലോ, എന്നിട്ട് പയ്യെ ഗ്രാജുവലി അത് ചേഞ്ച് ആക്കിയാൽ മതിയല്ലോ. അതെ അതെ അതെ. വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ നേരത്തെ ചെയ്യുമായിരുന്നു, പിന്നെ നിർത്തി. ശരി. അപ്പൊ ഈ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഫസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ്. അതിലൊരു മടി കാണിക്കരുത്, എങ്കിലേ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. കാരണം ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലൊരു പേടി വന്നു, ഇനിയിപ്പോ ഇത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ധാരണ വരും കേട്ടോ. ഓക്കെ. നീ വേറെ ആർക്കെങ്കിലും ഓക്കെ വെൽക്കം. നീ വേറെ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ. യെസ്. ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് ഇപ്പൊ ഒരു 1 മന്ത് ആയിട്ട്. മെയ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞാൻ 74.5 ആണ് വെയിറ്റ് ആയിട്ട് പോയത്. ഞാൻ ആദ്യമേ വീക്കിൽ വർക്ക്ഔട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു. 85 kgന്ന് 70 അല്ലെങ്കിൽ 69 ഒക്കെ ആക്കിയതായിരുന്നു വർക്ക്ഔട്ടും ഡയറ്റൊക്കെ തുടങ്ങി. 3 മന്ത് ആണ് ഞാൻ ജിമ്മിൽ പോവാൻ വിചാരിച്ചത്. കാരണം ഞാൻ വർക്ക്ഔട്ട് ഒക്കെ കറക്റ്റ് പൊസിഷനൊക്കെ ഒന്ന് പഠിച്ച് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യുന്ന രീതിയിൽ. പക്ഷെ എനിക്ക് വെയിറ്റ് ട്രെയിനിങ് അവിടെ ചെയ്യുന്നുണ്ട് കൂടുതലും. അപ്പൊ നമുക്ക് ഈ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ എനിക്ക് ഫാറ്റ് ലോസ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ വെയിറ്റ് ലോസ് അധികം ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ അതെന്തായിരിക്കും കാരണം? ഇതിന്റെ ആൻസർ നമ്മുടെ എന്തായിരുന്നു, നമ്മുടെ എക്സിസ്റ്റിംഗ് ക്ലയൻസിന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. കാരണം നമ്മളിപ്പോ ഒരു എന്തായിരുന്നു ബോഡി റീകോമ്പോസിഷൻ എന്ന് പറഞ്ഞു. അതായത് നമുക്കിപ്പോ ഒരു 75 കിലോ ഉണ്ടെന്നിരിക്കട്ടെ. നമുക്കൊരു 5 കിലോ ബോഡി ഫാറ്റ് കുറഞ്ഞു. ഓക്കെ. ശ്രുതിയുടെ ഒരു 5 കിലോ ഇപ്പം ബോഡി ഫാറ്റ് കുറഞ്ഞു.
അതേ സെയിം സമയത്ത് തന്നെ നമ്മൾ വെയിറ്റ് ട്രെയിനിങ്, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമുക്കൊരു 5 കിലോ മസിൽ മാസ് കൂടി എന്നിരിക്കട്ടെ. അപ്പം 5 കിലോ ഫാറ്റ് കുറഞ്ഞു, 5 കിലോ ലീൻ മസിൽ മാസ് കൂടി. സോ നമ്മൾ വെയിറ്റ് സ്കെയിലിൽ നിൽക്കുമ്പോഴത്തേക്കിന് സെയിം ബോഡി വെയിറ്റ് ആയിരിക്കും. മനസ്സിലായോ? പക്ഷേ നമ്മുടെ എന്തായിരുന്നു ഇഞ്ചസ് ഒക്കെ കുറയുന്നുണ്ടായിരിക്കും. മനസ്സിലായി? നമ്മുടെ എന്തായിരുന്നു നരയുടെ വണ്ണം കുറയുന്നുണ്ടായിരിക്കും, നമ്മുടെ ഹിപ്പിന്റെ വണ്ണം കുറയുന്നുണ്ടായിരിക്കും, ലെഗ് തൈയുടെ ഒക്കെ വണ്ണം ചെറുതായിട്ട് കുറയുന്നുണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് എ റൈറ്റ് ട്രാക്ക്. നമുക്കത് റൈറ്റ് ട്രാക്ക് എന്ന് പറയാം. ഓക്കെ. അപ്പൊ ടെൻഷൻ വെയിറ്റ് കുറയുന്നില്ല, പക്ഷെ നമുക്ക് ഫാറ്റ് ലോസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഫാറ്റ് ലോസ് 1 ഫീൽ month ചെയ്താൽ പോരാ, നമ്മളത് എന്താ അളക്കണം. നമ്മുടെ നെക്ക്, നമ്മുടെ ഹിപ്പ്, നമ്മുടെ ചെസ്റ്റ് എല്ലാം ഒന്ന് അളക്കണം. എന്നിട്ട് ഒരു 1 month കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് കുറഞ്ഞില്ലെങ്കിലും നമ്മുടെ എന്താ ഇഞ്ചസ് കുറയുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രഷൻ അനലൈസ് ചെയ്യുന്നത്. മനസ്സിലായി? ഉദാഹരണത്തിന് ഞാൻ നമ്മുടെ എന്റെ ഒരു ഫോട്ടോ 74 to 74 എന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കിയാൽ മതി. അതിന്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഈ 74 കിലോയില് ഞാൻ എത്രയായിരുന്നു, 22% ബോഡി ഫാറ്റും 14% ബോഡി ഫാറ്റും ഉള്ള ഒരു ഫോട്ടോ ഉണ്ട്. അത് നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഈ ബോഡി റീകോമ്പോസിഷൻ എന്ന് മനസ്സിലാവും. കേട്ടോ? താങ്ക് യു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, വർക്ക്ഔട്ട്സ് ഒക്കെ എങ്ങനെയാണ് സർ? ഒരേ പേഴ്സൺ വൈസ് ആണോ കൊടുക്കുന്നത്, അതോ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ട്സ് ആണോ കൊടുക്കുന്നത്? വർക്കൗട്ട്സ് നമ്മളിപ്പം ബിഗിനേഴ്സിനല്ലേ, അപ്പൊ ഒരു കോമൺ ആയിട്ടുള്ള വർക്കൗട്ട്സ് ആയിരിക്കും കൊടുക്കുക. കോമൺ വർക്കൗട്ടാ. ഓക്കെ സർ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചോദിക്കാം. ഈ 30 days ചലഞ്ചില് വർക്കൗട്ട് നമുക്ക് അയച്ചു തരുമ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും, എങ്ങനെയാണ്? ആക്ച്വലി നമ്മളിപ്പോൾ എന്തായിരുന്നു ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു. നമുക്കൊരു 30 to 45 മിനിറ്റ്സ് എങ്കിലും ഡെയിലി നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വർക്കൗട്ട് ചെയ്താൽ മതി. നമ്മുടെ ലെവൽ 1 ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എങ്കിലും ഞാൻ നമ്മുടെ ഹോം വർക്കൗട്ടായിട്ട് ഒരു ജസ്റ്റ് ഒരു 6 to 7 വർക്കൗട്ട് ഞാൻ ഇടുന്നുണ്ട്. അത് നമ്മുടെ എന്തായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും ഞാൻ ഇടുന്നത്. ആരാ ഇപ്പം അനീഷ് ഇപ്പം ജിമ്മിലാണോ പോകുന്നത്? ഇങ്ങനെ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ പോകുന്നില്ല. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഡയറ്റ് ആദ്യം കറക്റ്റ് ചെയ്യണം. അതുവരെ ഒരു 30 ദിവസം നമ്മൾ നടക്കുകയോ ഇല്ലെങ്കിൽ വീട്ടിലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുക. അതിനുശേഷം ഒന്നുകിൽ ജിമ്മിൽ പോവോ ഇല്ലെങ്കിൽ നമ്മുടെ എക്സസൈസിന്റെ ഇന്റൻസിറ്റി കൂട്ടുകയോ ഒക്കെ ചെയ്യും. അതായിരിക്കും നല്ലത്. എന്ത് ചെയ്താലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുക. മനസ്സിലായില്ലേ? ഫിറ്റ്നസ്സിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു ഒറ്റ ഇതേ ഉള്ളൂ, കൺസിസ്റ്റൻസി. നമ്മളിപ്പോ ചെറിയൊരു കാര്യം ചെയ്യുവാണെങ്കിലും അത് സ്ഥിരമായിട്ട് ചെയ്തു പോവാം. അല്ലാതെ 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മളൊരു 1 വീക്ക് കിടന്ന് തകർത്ത് ജിം അടിച്ചിട്ട് പിറ്റേ വീക്ക് പോയില്ലെങ്കിൽ അതിനകത്ത് യാതൊരു പ്രയോജനമില്ല. മനസ്സിലായോ? എന്ത് നമ്മൾ ചെയ്താലും സ്ഥിരമായിട്ട് ചെയ്താലേ ഫിറ്റ്നസ്സിൽ റിസൾട്ട് കിട്ടത്തുള്ളൂ. അതാദ്യം മനസ്സിലാക്കാം. അപ്പോൾ ഒരു 1 month കൊണ്ട് അനീഷ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 30 മിനിറ്റ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള വർക്കൗട്ട് ചെയ്യാനുള്ള സമയം കണ്ടെത്താൻ ശ്രമിക്കുക. അതിനുശേഷം അത് നമ്മുടെ എന്തായാലും ജീവിതത്തിന്റെ ഒരു ഭാഗമാവും. മനസ്സിലായി? ലൈഫ് സ്റ്റൈൽ ആക്കാൻ നോക്കുക. അങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അനീഷ് സുഖമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഒരു ഡൗട്ട് കൊടുക്കണം. യെസ്. നമ്മൾ പറയുന്നത് ഈ രാവിലെ വർക്കൗട്ട് ചെയ്യുന്നതാണോ നൈറ്റ് വർക്കൗട്ട് ചെയ്യുന്നതാണോ ബോഡിക്ക് ഏറ്റവും നല്ലത്? അത് നമ്മളുടെ ജോലിക്കൊക്കെ അനുസരിച്ച് നമുക്കത് ക്രമീകരിക്കാം. എന്നിരുന്നാലും നമ്മുടെ ഇപ്പം നമുക്ക് രാവിലെ എണീക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ജോലിക്ക് രാവിലെ പോകണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് വർക്കൗട്ട് ചെയ്തല്ലേ പറ്റത്തുള്ളൂ, അല്ലേ? പക്ഷേ ബോഡി ഇപ്പൊ നമ്മൾ റിക്കവർ ആകുന്നതൊക്കെ സെയിം ആണ്. നമ്മൾ വൈകിട്ട് വർക്കൗട്ട് ചെയ്താലും രാവിലെ വർക്കൗട്ട് ചെയ്താലും എല്ലാം സെയിം തന്നെ. പിന്നെ എനിക്കൊരു ഇത് ബുദ്ധിമുട്ടായിട്ട് വൈകിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നത്, ഇപ്പൊ നമ്മളൊരു ലേറ്റ് നൈറ്റ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്, അതായത് ഒരു 8 o'clock 9 o'clock ആണെങ്കിൽ പിന്നെ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സ്ലീപ്പിംഗ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. സഡൻലി നമുക്ക് സ്ലീപ്പിംഗ് കിട്ടും. സോ നമ്മൾ കിടക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും വർക്കൗട്ട് കഴിയുവാണെങ്കിൽ
നമുക്ക് നല്ല രീതിയിൽ സ്ലീപ്പിംഗ് കിട്ടും. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. പിന്നെ നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് ഉടനെ കയറി കിടക്കുകയും ചെയ്യല്ലേ, അതും ഒരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പം വർക്കൗട്ട് ചെയ്യുന്നത് രാവിലെയാണ്. പക്ഷെ എന്നിരുന്നാലും ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ മസിൽ റിക്കവറി എല്ലാം സെയിം. ഓക്കെ. ഓക്കെ, അപ്പം വേറെ സംശയങ്ങളൊന്നും ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടോ? ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഞാൻ ഈ വീഡിയോ ഇതുപോലെ തന്നെ നമ്മുടെ അതായത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ കാര്യം മാക്സിമം ആളുകളിലേക്ക്